ഗൈസ്, അങ്ങനെ ഞങ്ങൾ മണാലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മണാലിയിൽ ഞങ്ങൾ ഹിഡംബ ടെമ്പിൾ, ജോഗ്നി വാട്ടർഫോൾസ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോവുകയാണ്. ഞാൻ ഇൻട്രോ ചെയ്തില്ല, ഇൻട്രോ വീഡിയോ പറയട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് മരിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിപ്പോൾ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇതൊക്കെ തന്നെയാണ് വഴിയെന്നൊന്നും അറിയില്ല, എന്നാലും കാണുന്ന വഴിക്കൂട്ടി നടക്കുന്നു. ഇതന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇപ്പോൾ ആരുമില്ല. തെറ്റിയാ, വഴി തെറ്റിയാ? കാരണം ഇവിടേക്ക് റോഡ് അറിയില്ല. വഴി തെറ്റിന്ന് തോന്നുന്നു. വഴി തെറ്റാത്ത ജീവിതത്തിലേക്ക് നേർവഴി കാണിക്കാനായിട്ട് സൈൻ ബോർഡ് പോലും ഇല്ല ഇവിടെ. ആരുടെങ്കിലും ചോദിച്ച് നേർവഴി കണ്ടെത്തി പോവാം. ആ ओके ओके हिडंबा टेम्पल इजी ये ओके ये यार सारे हिडंबा टेम्पल मंदिर है ना। हाँ तो उधर जो दूसरा कपड़ा बिक रहा है ना। ओके हाँ വഴി തെറ്റിയപ്പോൾ വഴി കാട്ടാൻ ആരെങ്കിലൊക്കെ വരുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ രണ്ടുപേരെ കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഹിഡംബ ടെമ്പിൾ വഴി തെറ്റിയില്ലായിരുന്നു, നേരെ തന്നെയായിരുന്നു. നേരെ തന്നെ നടക്കട്ടെ. നല്ല ഇന്നലത്തെ വെതർ വേണ്ട, ഇന്നലത്തെ വെതർ അമ്മാതിരി ചൂടായിരുന്നു. പക്ഷേ ക്ലൗഡിയാണ്, മഴയും വേണ്ട. ഇതേപോലെ തന്നെ ഇങ്ങനെ ക്ലൗഡി ആയിട്ടിരിക്കണമെങ്കിൽ, പക്ഷെ ക്ലൗഡി ആണെങ്കിൽ സ്കൈ ഒന്നും അങ്ങനെ നമുക്ക് വിസിബിളൊന്നും ഉണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരം ഇങ്ങനെ കിട്ടെ. വെയിലടിച്ച് ടാനടിച്ച് പോകുന്നതിനേക്കാളും നല്ലതാണ്. അങ്ങനെ ഞങ്ങളുടെ ഒപ്പം സ്റ്റേ ഉണ്ടായിരുന്ന മലയാളി ഫാമിലിയാണ് ആ വരുന്നത്. ഇവർ ഹിഡംബ ടെമ്പിൾ കണ്ടു കഴിഞ്ഞ് വരികയാണ്. ഗൈസ് കണ്ടോ? ഞാൻ എൻ്റെ വീഡിയോ അയച്ചു തരാവേ. അയാളെ ഇറക്കിയുള്ളൂ. എങ്ങനെയുണ്ട്? ഓക്കെ. കണ്ട ഫാമിലി ആയിരുന്നു ഞങ്ങളുടെ ഒപ്പം അവിടെ സ്റ്റേയിലുണ്ടായിരുന്നത്. അവർ ഹിഡംബ ടെമ്പിൾ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോണെയാണ്. അവർ നേരെ ഇനിയിപ്പോൾ ആഗ്രയ്ക്ക് താജ്മഹൽ കാണാൻ പോവുകയാണ്. ഞങ്ങൾ ഇവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്യണേണ്. മണാലിയിൽ വന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് മണാലിയിലുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ട് ചെയ്യാമെന്ന് വെച്ചാണ്. ഞാൻ അതൊന്ന് ട്രൈ ചെയ്യട്ടെ. കുട്ടികളായിട്ട് വരാവേ. എങ്ങനെയുണ്ട്? ഞാൻ അവിടെ എനിക്ക് ഫോട്ടോ എടുത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഫോട്ടോ എടുത്തിട്ട് തരാതെ റാബിറ്റ് വെച്ചിട്ട് അച്ഛയുടെ ഫോട്ടോ എടുക്കാം. ഞാൻ മണാലിയിലൊരു ഫോട്ടോഷൂട്ട് നടത്തിയതാണ്. അവിടെ ഹഡിംബ. ഓക്കെ, ഹഡിംബ ടെമ്പിളിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ 50 രൂപ ഉള്ളൂ ഡ്രസ്സിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടെന്നെ കാണാൻ? എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യും. അതിന് ഞാനിട്ടു. ഇനി ഞാൻ ഡ്രസ്സ് മാറട്ടെ. ഈ ആൻറ്റിയാണ് ഡ്രസ്സ് വന്നത്. आपका नाम? ചന്ദ്ര ആൻറ്റിയുടെ അടുത്ത് വന്നാൽ മതി. 50 രൂപ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് ഇട്ട് തരും. ഓക്കെ, मेरा यूट्यूब चैनल की क्या नाम है? यूट्यूब का लाइफ ऑफ मरिया. से हाय. ओके, बैक टू केरला गर्ल. सो बैक टू केरला गर्l. അല്ലേ, മണാലി ഗേളിൽ നിന്ന് കേരള ഗേളിലായിരിക്കുകയാണ്. ഇനി ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണാം. ഓക്കെ, യജപാനി യദിവാനി ഷൂട്ടിംഗ് ഏരിയയാണിത്. അമ്പലം, മന്ദിർ.
നീന ബണ്ണി ഒരു മാരേജ് കാണുമ്പോൾ അതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യില്ലേ, അതിവിടെയാണ്. ഇതാണ് അമ്പലം, ജബിമെറ്റിലൊക്കെ ഉണ്ട് ഈ അമ്പലം, മന്ദിർ. ഇവിടെ നമുക്ക് കയറാം, നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹഡിംബ ടെമ്പിളിൽ നിന്ന് പോവുകയാണ് കേട്ടോ. ഞാൻ അവിടെ പോയി ഒരു ഗുഹയിൽ പോയി തലയിടിച്ച്, നല്ല രസമല്ല, നല്ല രസമുണ്ടായിരുന്നു. ഈ യജമാനിയിൽ ആ ലൊക്കേഷനിൽ ഞാൻ വന്നു. ഇനി ഈ വഴിയാണോ എന്നറിയില്ല, ചോദിക്കണം, ആരുടെ ചോദിക്കും, ചോദിച്ചു പോവാ. അങ്ങനെ ഞങ്ങൾ ഹഡിംബ ടെമ്പിളിൽ നിന്ന്, ശരിക്കും ഹിഡംബ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ഹഡിംബ ടെമ്പിൾ എന്നാണ് പറയണ്ടേ. ഹഡിംബ ടെമ്പിളിൽ നിന്ന് നമ്മൾ മാൽ റോഡ് വഴി ജോഗ്നി വാട്ടർഫോൾസിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ എടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞല്ലോ ജോഗ്നി വാട്ടർഫോൾസിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇനി മാൽ റോഡിൽ ചെന്നിട്ട് ഒരു ഓട്ടോ എടുത്തിട്ട് വശിഷ്ഠ സംതിങ്, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവിടെ ചെന്നിട്ട് നമുക്കൊരു 1 hour ട്രക്കിംഗ് ഉണ്ട്. അവിടുന്ന് ജോഗ്നി വാട്ടർഫോൾസിലേക്ക് പോകാം. അപ്പോൾ കൂടെ പോരൂ. ഞാൻ അമ്പലത്തിൽ പോയിട്ടുള്ള ലുക്കാണിത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പീസ്ഫുൾ അമ്പലം. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ 2 wheeler റെൻറ്റിന് കിട്ടും. ജോഗ്നിക്ക് വേണമെങ്കിൽ 2 wheeler പോവാം, അതിനേക്കാൾ നല്ല ഓട്ടോയ്ക്ക് പോവാം. വെറുതെ എന്തിന് മടിയാവുന്നു ഗൈസ് വണ്ടിയെ കുടിക്കാൻ. അങ്ങനെ ഞങ്ങൾ റോഡിൽ നിന്ന് ഒരു ഓട്ടോ എടുത്ത് ജോഗ്നി വാട്ടർഫോൾസിലേക്ക് ട്രക്ക് ചെയ്യാനായിട്ട് वशिष्ठ प्लेस का नाम वशिष्ठ है, जगह का नाम വശിഷ്ഠ ഒരു സ്ഥലം. വശിഷ്ഠിലേക്ക് പോവുകയാണ്. അവിടുന്ന് നമ്മളൊരു 1/2 hour മാക്സിമം 1 hour ആണെന്ന് പറഞ്ഞത് ട്രക്ക് ചെയ്ത് നമ്മൾ ജോഗ്നി വാട്ടർഫോൾസിലേക്ക് പോകണം. തിരിച്ച് വന്നിട്ട് ചെറിയ രീതിയിൽ ഓൾഡ് മണലിൽ ഒരു ഷോപ്പിംഗ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻ. റൊത്താനൊക്കെ പോകണം. ഈ വഴിയാണ് റൊത്താനൊക്കെ പോവേണ്ടത്. അപ്പോൾ ഞാനിനി അവിടെ എത്തിയിട്ട് ഇപ്പോൾ ഇതിന് അവർ 200 പറഞ്ഞു, ബാർഗെയിൻ ചെയ്ത് 150 ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മഴയുണ്ടല്ലോ, ഇന്നലെ വെയിലായിരുന്നെങ്കിൽ ഇന്ന് മഴ. അങ്ങനെ ഞങ്ങൾ വശിഷ്ഠ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് ട്രക്ക് ചെയ്ത് വേണം പോകാനായിട്ട്. അങ്ങനെ ജോഗ്നി വാട്ടർഫോൾസിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ ട്രക്ക് ചെയ്ത് വേണം പോകാനായിട്ട്. ഇങ്ങനെ നടന്ന് ജോഗ്നി വാട്ടർഫോൾസ്. ഓക്കെ, ഇങ്ങനെ ലോക്ക് ഫീലിലൂടെ വേണം നമ്മൾ പോകാനായിട്ട്. മഴ പെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യുന്നുണ്ട്. भैया ജോഗ്നി വാട്ടർഫോൾസ്. ഇത് ഒരു ഗ്രാമമാണ്, അതനുസരിച്ച് വേണം പോകാനായിട്ട്. ഇങ്ങനെ 1 hour നമുക്ക് ഈ ഒരു വില്ലേജിൽ കൂടി വേണം പോകാനായിട്ട്. ഇവിടെ കുറേ ലോക്കൽ കഫേയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തുവേണമെങ്കിലും കിട്ടും, എന്തുവേണമെങ്കിലും. ഇവിടെ കുറേ ഫോറിനേഴ്സിനെ കണ്ടു, കൂടുതലും അധികം ഫോറിനേഴ്സാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു വേ ആണ്, അല്ലാതെ ജോഗ്നി വാട്ടർഫോൾസിലേക്ക് വേറെ വഴിയും വരാം തോന്നുന്നു. കാരണം ഈ വഴി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് ജോഗ്നി വാട്ടർഫോൾസിലേക്കുള്ള വഴിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതിൽ കൂടി ഞങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. അതിന് ചെറുതായിട്ട് ഇങ്ങനെ ലോക്കൽ കഫേസ് ഉണ്ട്.
പിന്നെ ഇവിടെയൊക്കെ റോഡെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നത് ലോക്കൽ പീപ്പിൾസ്, ഇവിടുത്തെ നേറ്റീവ് പീപ്പിൾസ് യൂസ് ചെയ്യുന്ന സ്ഥലമായിരിക്കും. ഞങ്ങൾ ട്രക്ക് ചെയ്ത് ജോഗിനി വാട്ടർഫോൾസ് കാണാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് ജോഗിനി വാട്ടർഫോൾസ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏതൊക്കെയോ ഒരു ഉൾവഴി കൂടി നടന്നു പോകുന്നുണ്ട്. ഇതിൽ കൂടി ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, റോഡിൽ വേറെ ആരുമില്ല. പിന്നെ ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസ്. ഹായ് എഗെയിൻ ആപ്പിൾ ആപ്പിൾ ആപ്പിൾ. ഓ വഴി തീർന്നു തോന്നുന്നു കേട്ടോ. ഇനി ഇതൊക്കെ നീ ചാടിക്കിടന്ന് വേണം പോകാനായിട്ട്. അറിയില്ല, വഴി തീർന്നോ? ആ ഇല്ലില്ല, വേറൊരു ആൾക്കാർ അതിൽ കൂടി പോകണ കണ്ടു. അപ്പോൾ ഇതന്നെ എനിക്ക് ജോഗിനി വാട്ടർഫോൾസിലേക്ക്. നിറച്ചു ആപ്പിള്, അത് നല്ല വിളഞ്ഞ് നിൽക്കണ ആപ്പിൾ. മേളിലേക്ക് പിന്നെ നോക്കണ്ട, അത് ആപ്പിളാണ്. ഫൈനലി മലകളൊക്കെ കയറി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജോഗിനി വാട്ടർഫോൾസിലേക്ക് എത്തുകയാണ് ഗൈസ്. ഇവിടെ കഫേയൊക്കെ ഉണ്ട്, നമുക്ക് നേരം നടക്കാം. ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കുറേ ചെറിയ ചെറിയ ലോക്കൽ കഫേ, മാഗി എല്ലാം കിട്ടും. അങ്ങനെ ഞങ്ങൾ അവസാനം ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് ജോഗിനി വാട്ടർഫോൾസ്. ഇവിടെ നിന്ന് കയറി ഇറങ്ങി ഇതൊക്കെ വേണം പോകാനായിട്ട്. ഇതൊരു സൈലൻറ്റ് പ്ലേസാണ്, മെഡിറ്റേഷൻ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ടി. Finally, we reached our destination. Finally, we reached our destination. Yeah. അങ്ങനെ ജോഗിനി വാട്ടർഫോൾസിലേക്ക് നമ്മൾ നടന്നെത്തിയിരിക്കുകയാണ് ഗൈസ്, നടന്നെത്തിയിരിക്കുകയാണ്. അമ്പലമാണ് ജോഗിനിയുടെ അടുത്തുള്ള. ഇവിടെ നമ്മൾ ഷൂ ഒക്കെ ഊരിയിട്ടിട്ട് വേണം കയറാനായിട്ട്. വാട്ടർഫോൾസിന് അങ്ങേ അറ്റം വരെ പോവാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ അമ്പലമൊക്കെ ചുറ്റി നല്ല ഇന്നലത്തെ വെതറാണ്. ഇന്നലത്തെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി, ഇവിടെ കരിഞ്ഞ് കത്തിയാണ് ഞാൻ വന്നത്. പക്ഷേ ഇന്നിവിടെ നല്ല മഴയാണ്. അതാണ് ഇവിടുത്തെ വെതറൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. ഈ കാണുന്ന ജോഗിനി വാട്ടർഫോൾസിലേക്ക് ഇങ്ങനെ നടന്നു പോകണം. ഏതൊക്കെ പോകുമെന്നറിയില്ല, പ്രൊഹിബിറ്റഡ് ഏരിയ ആണോന്നും അറിയില്ല. പക്ഷെ ഓ അടിപൊളി. ഡേഞ്ചറസ് ആണ് ഈ മഴക്കാലത്ത് ഇതൊക്കെ ചെയ്തെന്ന് വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ കഥം ഹോഗയാ. ഇതാണ് ജോഗിനി വാട്ടർഫോൾസ്. बहुत सुंदर है. അയ്യോ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ്, ജോഗിനിയിൽ എത്തിയിരിക്കുകയാണ്. ഫൈനലി ജോഗിനി വാട്ടർഫോൾസ്. അതിന് ഇത്ര ദൂരം നടന്നാണ് ഞങ്ങൾ ജോഗിനി എത്തിയിരിക്കുന്നത്. അവിടെ ഫോട്ടോ എടുക്കണേ, അത് കഴിഞ്ഞിട്ട് ആ സ്ഥലം നമുക്ക് ഉണ്ടാവും. ഈ ജോഗിനി വാട്ടർഫോൾസ് ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ. ഇനി തിരിച്ച് ഇതേപോലെ തന്നെ ഹൈക്ക് ചെയ്ത് പോകണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. വേറെ ഏതെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ പോകാം. കയറി വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നോക്കട്ടെ. അങ്ങനെ ജോഗിനി വാട്ടർഫോൾസ് കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. ഇനി ഓൾഡ് മണാലി പോകണം. ഓൾഡ് മണാലി ചെന്നിട്ട് കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ നടക്കുമ്പോൾ ക്യാമറ ഷേക്ക് ആവുന്നുണ്ടെന്ന് ദീപാൻറ്റി എൻ്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു.
ദീപാൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞതിൽ സന്തോഷം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ വോയിസും അറിയാം കുറവാണെന്ന്. ഞാൻ എൻ്റെ മാക്സിമം വോയിസിൽ സംസാരിക്കുന്ന എൻ്റെ കയ്യിൽ മൈക്രോഫോണൊന്നുമില്ല. പിന്നെ ഞാൻ ആൻറ്റിയുടെ സജഷൻ എടുത്തു. ആൻറ്റി കമൻറ്റ് ഇട്ടോളൂ. ഞാൻ ആൻറ്റി പറഞ്ഞതുപോലെ ഇമ്പ്രൂവ് ആക്കാൻ നോക്കാം. താങ്ക് യു ദീപ ആൻറ്റി. ആൻറ്റീൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ സന്തോഷം ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. വേറൊന്നുമില്ല. ഇനി അടുത്ത വീഡിയോ കൊണ്ട് ഇനി ഓൾഡ് മണാലി പോയിട്ട് വരാം. ഓൾഡ് മണാലി പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കയറണം. കാരണം എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് കുറഞ്ഞു. ഫോണിൻ്റെ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോയി. അപ്പോൾ ചാർജ് ഇനി ഇപ്പോൾ 8% കൂടിയേ ഉള്ളൂ. 8% കൂടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ചാർജ് ഉള്ളൂ. അപ്പോൾ ഇനി ഓൾഡ് മണാലി ചെന്നിട്ട് അവിടെ ഏതെങ്കിലും കഫേയിലോ ഹോട്ടലിലോ ധാബയിലോ കയറി ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ ചാർജിലിടണം. അത് കഴിഞ്ഞിട്ട് ഷോപ്പ് ചെയ്യണം. എന്നിട്ട് തിരിച്ച് റൂമിൽ ചെന്ന് ബാഗ് പാക്ക് ചെയ്തിട്ട് നാളത്തെ റൊത്താൻ്റെ പ്ലാൻ ഒന്നും കൂടി സെറ്റാക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. കാരണം ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണം ചിലപ്പോൾ പ്ലഗ് ഇൻ ചെയ്യായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ, മാൽ റോഡിലേക്ക് റിക്ഷ എടുത്തിരിക്കുകയാണ്. ഇനി മാൽ റോഡ് എന്നിട്ട് ഏതെങ്കിലും ധാബയിൽ കയറണം. മാൽ റോഡിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇനി എന്തെങ്കിലും നടക്കുള്ളൂ. ഫുഡ് കഴിക്കാനായിട്ട് പഞ്ചാബി ധാബ, ആ ധാബയിൽ പോയി ഫുഡ് കഴിക്കട്ടെ. ഇതായിരുന്നു ഞങ്ങൾ കഴിച്ച മീൽ. എടുക്കണ്ടെന്ന് വിചാരിച്ചത്, പക്ഷേ എല്ലാവരും കണ്ടു. ഒരു സ്പെഷ്യൽ വെജ് മീലാണ്. മഴയാണ്. ഞാൻ ഷോപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഷോപ്പ് ചെയ്യണ വീഡിയോ ിലൊക്കെ പോയിട്ട് നമുക്ക് ഇവിടെ ഷോപ്പ് ചെയ്യാം. ഓൾഡ് മണാലി മഴയാണ്. നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഷോപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെയുള്ളത്? നിനക്ക് ചെരുപ്പ് വാങ്ങണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇവിടെ മാത്രമല്ല, മേ ബി ആയിരിക്കും. ഇവിടെയൊക്കെ തന്നെ ഷോപ്പിംഗ് ഉള്ളതോ. ഇത് മാൾ റോഡ് അത്യാവശ്യം ഷോപ്പിംഗ് ഏരിയ ഒക്കെ തന്നെയാണ്. ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഷോപ്പ് ചെയ്യുന്ന ഏരിയയാണ്. വാങ്ങാം കീ ചെയിൻ, ക്യൂട്ട് ഐറ്റംസ്. ഇവിടെ പാസ്, ഹൈ ടീഷർട്ട്. മണാലിയിൽ നിന്ന് എന്ത് വാങ്ങാം എന്ന് ആലോചിച്ച് നടക്കുകയാണ്. ബിക്കോസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ ഇവിടെ. ഒരു അന്വേഷിക്കുന്ന സാധനം ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങും, അല്ലെങ്കിൽ വാങ്ങില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇവിടെ എന്താ ഷോപ്പ് ചെയ്യാ? ഈ പേന. ഓ, ഇത് ഹെയറിൽ കുത്തുന്ന സാധനം. നല്ല നല്ല മംഗൾസൂത്രമുണ്ട്. പിന്നെ ഈ അത്യാവശ്യം നല്ല ഇതിരിക്കും. നിക്കടി ഇവിടെ. പിന്നെ എന്താ അതെ, എറണാകുളത്തായിരുന്നെങ്കിൽ നമ്മുടെ ബ്രോഡ്വേ. ഇവിടെ മണാലി ഷോപ്പിംഗ് മാർക്കറ്റ്. പ്രത്യേകിച്ചൊന്നുമില്ല. ചെരുപ്പിൻ്റെ കടകളായിരുന്നു, അറിയില്ല. ഒന്നുമില്ല വാങ്ങാനായിട്ട്. ഞാൻ എന്താ വാങ്ങിയെന്നറിയാമോ? ഒരു ഡ്രീം ക്യാച്ചർ വാങ്ങി. ഇനി അടുത്ത സാധനം എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ. വേറെ ആർക്കും വാങ്ങിയില്ലെങ്കിലും ബ്രിയലിന് വാങ്ങണം. ബ്രിയലിന് എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ബാക്കി എല്ലാവർക്കും ഡൽഹിയിൽ നിന്ന് വാങ്ങാം. ഇവിടെ ലോക്കൽ ഹാൻഡ് ക്രാഫ്റ്റിൽ ലാംബാഗ് ചൗക്കിൽ കയറി എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്നിട്ടൊക്കെ പോവാം അല്ലേ? നമുക്ക് ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാലോ. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇതൊക്കെ തന്നെയാണ് വാങ്ങിയത്. പിന്നെ ഇത് ബ്രിയലിന് വാങ്ങി. നല്ലതാണ്. ഇവിടെ അത്യാവശ്യം നല്ല പ്രൈസുകൾ വേണ്ട. ഇത് ഷോപ്പിംഗ് കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ അത്യാവശ്യം നല്ല അഫോർഡാണ് കേട്ടോ. മഫ്ലർ ഐറ്റംസ് ഒക്കെ നല്ല രീതിക്ക് അഫോർഡബിൾ ആണ്. ഞാൻ ബാഗ് ചോക്കിൽ നിന്ന് ഈവനിങ് വൈബ് ആസ്വദിക്കാനും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇനി
2-3 പേർക്കും കൂടി സാധനം വാങ്ങാനുണ്ട്. മഹിതയ്ക്ക്, അതേപോലെ തന്നെ അഭിഷേകിന്, പിന്നെ ഇറക്കാം കിരണിന്, ഇത്രയും പേർക്കുള്ളൂ. പിന്നെ ഒരാൾ കൂടെ അയാൾക്ക് വാങ്ങണം, വേറെ ആർക്കില്ല. ഈവനിങ് ആവുന്നതനുസരിച്ച് ലൈറ്റുകളൊക്കെ തെളിയാൻ തുടങ്ങി, തിരക്കാവാൻ തുടങ്ങി. ഷോപ്പിങ്ങിന് എല്ലാവരും വന്നിട്ടുള്ള തിരക്കൊക്കെ ആവാൻ തുടങ്ങി. കിട്ടിയടോ. ഞങ്ങൾ ഇതൊക്കെ ഇവിടുന്ന് മീനകുമാരി ആൻറ്റിയുടെ വാങ്ങിയത്. താങ്ക് യു. അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ये कितना? 1100. हाँ ഓക്കെ. ഐ തിങ്ക് ഇത് ഹാൻഡ് മെയ്ഡാ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് റേറ്റ് ഉണ്ട്. ഇവരുടെ ഈ മെറ്റീരിയലൊക്കെ എനിക്ക് ഇഷ്ടം കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ഫുഡുണ്ട്. രസമലായി ഇതൊക്കെ ഉണ്ട്. സ്റ്റീംഡ് എന്താ സ്റ്റഫ്ഡ് ആണ്. ഹിമാചലില് ഫേമസ് ആണെന്ന് പറഞ്ഞത്. ഞങ്ങള് ഉള്ളിലിരുന്ന് കഴിക്കാം. എന്താന്ന് നോക്കട്ടെ. ചൂടുണ്ട്, 50 രൂപയെന്ന് തോന്നുന്നു. ഇത് വറുത്തല്ല, കുഴപ്പമില്ല. സ്റ്റീംഡാ, എന്തോ സ്റ്റഫ്ഡാണ്. ഡിപ്പൊക്കെ ഉണ്ട്, ഡിപ്പ്. കൊള്ളാം. എന്തോന്നു സ്റ്റീംഡ് മോമോസിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും പീനട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. സ്റ്റഫിങ് കണ്ടോ, ഇതാണ് സ്റ്റഫിങ്. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാമേ. കഴിച്ചിട്ട് സ്റ്റഫിങ് കഴിച്ചിട്ട് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഫുഡ് കഴിച്ചു. ഇനി വണ്ടി. ഇനിയിപ്പോൾ മാൽ റോഡിൽ നിന്ന് മണാലിയിലുള്ള ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാൻ മാൽ റോഡ് കണ്ടിട്ട് ബാക്കിൽ കാണുന്നത് കണ്ടോ. മാൽ റോഡിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം 8 മണിയാവാറായി. ഇനി റൂമിലേക്ക് വണ്ടി എടുക്കണോ നടക്കണോ എന്ന് ആലോചിക്കുന്നതാണ്. ആലോചിച്ചിട്ട് ചെയ്യാം. ഓക്കെ, സെറ്റ്. ഞങ്ങൾക്കൊരു ലിഫ്റ്റ് ഇട്ടിരിക്കുകയാണ്. ബൈ. ഞങ്ങൾക്കൊരു ലിഫ്റ്റ് കിട്ടിയായിരുന്നു. ലിഫ്റ്റും കൂടി കിട്ടിയത് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റേക്കേഷനടുത്ത് പോകായിരുന്നു. ഇല്ല, കിട്ടിയില്ല. താങ്ക് യു. ബൈ. അവളി ഞങ്ങളെ മാൽ റോഡിൻ്റെ അവിടെ നിന്ന് ലിഫ്റ്റ് വന്നിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കി തന്നു. നല്ല മനുഷ്യനും നമ്മളുണ്ട്. നല്ല പേഴ്സണായിരുന്നു കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ജോഗിനി വാട്ടർഫോൾസിലും ഷോപ്പിങ്ങൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ എന്താ, ജോഗിനി വാട്ടർഫോൾസ്, ഹിഡംബ ടെമ്പിൾ, അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ തന്നെയാണ്. ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ റോത്താൻ പാസ് പോകുന്നതാണ്. ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് റോത്താൻ പാസ് പോയി, റോത്താൻ പാസിൽ നിന്ന് പിന്നെ നേരെ ഡൽഹിക്ക്. അപ്പോൾ അതൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ. എനിക്ക് വോയിസ് നല്ല രീതിക്ക് ക്ലിയർ ആവുണ്ടാവില്ല, കാരണം എൻ്റെ കയ്യിൽ മൈക്രോഫോൺ ഓൾറെഡി ഇല്ല. പിന്നെ ലിമിറ്റഡ് ഐറ്റംസ് വെച്ചാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പം
മാക്സിമം ഞാൻ നിങ്ങളിലേക്ക് എല്ലാം എത്തിക്കാൻ നോക്കാം. പിന്നെന്താ, ഷെയ്ക്കും കൊണ്ടെന്നറിയാം നടക്കാൻ എനിക്ക് ഫോൺ പിടിച്ച് നടക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ കാണുന്നവരെ ടാറ്റാ.